ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങള് ബാബ്സ് ഹിന്ദു മന്ദിറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ നല്ല കുട്ടികളായിട്ട് അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൽ പോയിട്ട് ഞങ്ങള് ഇവിടെ നിന്നിട്ട് ഞങ്ങളെ പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങും. ഇതാ ഞങ്ങൾ അമ്പലം എത്തിയിരിക്കും. സോ ദാ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. സോ നമുക്ക് വൈകിക്കാതെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയാലോ? ഇതാ നമ്മൾ ഇപ്പോൾ പോകുന്ന റോഡ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ആക്ച്വലി നമ്മളെപ്പോഴും അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ പാർക്കിങ്ങിലാണ് പാർക്ക് ചെയ്യാറ്. അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ എൻട്രൻസിലേക്ക് വന്നു. നോർമലി നമ്മൾ പാർക്കിംഗ് ഫ്രണ്ടിലാണ് ചെയ്യാറ്, പക്ഷേ ഇന്ന് അവർ അവിടെ അലൗ ചെയ്തില്ല. സോ നമ്മൾ ഇവിടെ ബാക്കിലാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിറച്ച് പോലീസും പട്ടാളമൊക്കെയാണ്. എന്താ സംഭവം എന്നറിയില്ല, നമുക്ക് അവിടെ പാർക്കിംഗ് കിട്ടിയില്ല. എന്തായാലും നമ്മളിവിടെ ഗേറ്റ് 5 ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗേറ്റ് 5 പോയപ്പോൾ അത് മെറ്റീരിയൽ കൊടുക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. എനി ഹൗസ് നമുക്ക് അമ്പലത്തിലേക്ക് ഇങ്ങനെ നടന്ന് പോവാം. ഇതാ ഇവിടെ അമ്പലം, അവിടെ ചർച്ച്. ഇവിടെ മേ ബി സം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഞാനിവിടെ ക്ലോസ് ചെയ്യാം. സോ ഞാൻ അമ്പലത്തിൻ്റെ അകത്തേക്ക് കടന്നു കേട്ടോ. ആക്ച്വലി നിങ്ങൾ കാണുന്നില്ലേ, അമ്പലത്തിൻ്റെ പുറത്ത് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അധികം ക്യൂ തന്നെ ഉണ്ടായിരുന്നു, നോർമൽ പോലെയല്ല. ആക്ച്വലി ഇപ്പോൾ UAE നാഷണൽ ഡേ ആയതുകൊണ്ട് അതിൻ്റെ ഹോളിഡേയ്സൊക്കെ അടുപ്പിച്ച് കിട്ടിയോണ്ടും എല്ലാവരും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ടൂറിസം പൊതുവേ ഈ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതല്ലേ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇവിടെ ഞാൻ ക്യാമറയുടെ സെൽഫി സ്റ്റിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും അലോ ചെയ്തില്ല. ആക്ച്വലി മൊബൈൽസൊക്കെ അലോ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് ക്യാമറയുടെ സെൽഫി സ്റ്റിക്ക് അലോ ചെയ്യാത്തതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനി ഹൗസ് ഞങ്ങളത് പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് കടന്നു. പിന്നെ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, ഓൺലൈനിൽ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. പുറത്ത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അങ്ങനെയായാലും നമുക്ക് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ കാണുന്നില്ലേ, ഇപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു വ്യൂസ് ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ എത്ര അധികം തിരക്കുണ്ടെങ്കിലും പുറത്ത് ആ ഒരു ലൈൻ നമ്മൾ ക്രോസ് ചെയ്ത് അകത്തേക്ക് കടന്നു കഴിയുമ്പോൾ ഇവിടെ അത്ര അധികം റഷായിട്ടോ അല്ലെങ്കിൽ കുറേ അധികം ബുദ്ധിമുട്ടായിട്ടോ ഇന്നേ വരെ തോന്നിയിട്ടില്ല കേട്ടോ. ബിക്കോസ് നല്ല വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള അമ്പലം ആയതുകൊണ്ടായിരിക്കാം. പിന്നെ പൊതുവേ ഇത്ര അധികം നമുക്ക് ചെക്കിങ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മേ ബി നാഷണൽ ഡേ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴും അവർ എമിറേറ്റ്സ് ID ഒക്കെ ചോദിച്ചിരുന്നു. ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എമിറേറ്റ്സ് ID ഒക്കെ അതിൽ തന്നെ എന്താ പറയുക, നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അതിൽ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എമിറേറ്റ്സ് ID ഒന്നും ക്യാരി ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ എപ്പോഴും പിടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അവർ അത് ഇല്ലാതെ, എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഇല്ലാതെ അവർ അകത്തേക്ക് കയറ്റുന്നില്ല. വിസിറ്റേഴ്സ് ആണെങ്കിൽ പാസ്പോർട്ടും അല്ലെങ്കിൽ നമ്മുടെ എമിറേറ്റ്സ് IDയും കയ്യിൽ പിടിച്ചാൽ മതി. സോ നമ്മൾ അമ്പലത്തിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ദാ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് സിറ്റിയിലുള്ള മദീനത്ത് സായത്തിലാണ്. അവിടെ NH47 എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആഡ്സൊക്കെ കണ്ട് വന്നതാണ് കേട്ടോ. ആക്ച്വലി ഞാൻ വ്യൂവും ആംബിയൻസൊക്കെ നോക്കി ആഡൊക്കെ കണ്ട് വന്നതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഫുഡ് അത്ര അധികം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബട്ട് ഇറ്റ്സ് ഓക്കെ. നല്ല ആംബിയൻസും നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എന്താ പറയുക, ഫുഡ് അത്ര അധികം നമ്മൾ ഉദ്ദേശിച്ചത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എനി ഹൗസ് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു ഗാർഡൻ്റെ ഒരു സെറ്റിംഗ് ആണ്. സോ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് വരുമ്പോഴേക്കും നമുക്കൊന്ന് എൻ്റെ ചെറുതിലെ
എന്താ പറയുക, ബർത്ത്ഡേ മെമ്മറീസിലേക്ക് പോയാലോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറേയേറെ ബർത്ത്ഡേ മെമ്മറീസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു മെമ്മറി ഇപ്രാവശ്യം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വന്നത് എൻ്റെ അച്ചാച്ചൻ എനിക്ക് തന്ന വെള്ളി പാദസരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതിലെ മേ ബി ഞാനൊരു 4th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ ആന്ധ്രയിൽ വീടൊക്കെ പണിത് നിൽക്കുമ്പോൾ എൻ്റെ അച്ചാച്ചൻ അവിടെ വന്ന് നിൽക്കുന്ന ആ ഒരു സമയത്ത് എൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ വൺസ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്കൊരു ഹെൽപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആളുടെ പേരാണ് സിംഹാചലം. ആലോചിക്കുമ്പോൾ തന്നെ നല്ല ഒരു മെമ്മറീസ് ആയിരുന്നു അന്നത്തെ ആ കാലം. അന്നത്തെ എൻ്റെ ഫ്രണ്ട്സ്, അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രണ്ടിൽ നമ്മൾക്ക് കളിക്കാൻ വരുന്ന ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ സെലിബ്രേഷൻസൊക്കെ ടുഗെദർ നല്ല രസമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ അപ്പം ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഈ ഞങ്ങൾ വീട്ടിലെ ഹെൽപ്പർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആൾ വന്ന് എന്നെ വിളിക്കുകയാണ്. അന്നൊക്കെ എനിക്കത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ലൈക്ക് ഇൻ ബിറ്റ്വീൻ ക്ലാസ് വന്നിട്ട് വാ നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചെന്നെ ക്ലാസ് കഴിയുന്നതിലും മുന്നേ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അച്ചാച്ചൻ എനിക്ക് സർപ്രൈസായിട്ട് ഒരു വെള്ളി പാദസരമൊക്കെ തന്നു. അതൊക്കെ എനിക്ക് ലൈഫ് ലോങ് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മെമ്മറിയാണ് കേട്ടോ. അങ്ങനെ എനിക്ക് എൻ്റെ ബർത്ത്ഡേ മെമ്മറീസ് കുറേ ഏറെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ എൻ്റെ എല്ലാ ബർത്ത്ഡേസിനും എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ കേക്ക് കട്ടിങ്ങും പിന്നെ എൻ്റെ അമ്മയുടെ വക ബിരിയാണിയും അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ബർത്ത്ഡേ ആഘോഷിക്കുമായിരുന്നു. പിന്നെ എൻ്റെ മെയിൻ ക്രേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഡ്രസ്സസാണ്. എല്ലാ പ്രാവശ്യം ഡ്രസ്സസ് എടുക്കും. പിന്നെ നമ്മുടെ വീടിൻ്റെ മുകളിൽ ടെനൻസ് വരുമ്പോൾ അങ്ങനെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അനു ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചേച്ചിക്കും ഇതേപോലെ ഡ്രസ്സ് എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഷോപ്പിംഗ് കൂടുതൽ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ കുറേ മെമ്മറീസും ഉണ്ട് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട്. ആ ചേച്ചിയും അതുപോലെ അവിടുത്തെ കുട്ടികളും അടുത്തുള്ള എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നൈബേഴ്സ് മാലു, മീനു, അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ആഘോഷിച്ച് കുറേ അധികം മെമ്മറീസ് ഉണ്ട്. ന്യൂ ഇയേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ക്രിസ്മസ് ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ബ്ലൂടൂത്തൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് ഫുൾ ഡാൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ അധികം നല്ല മെമ്മറീസാണ് എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കടന്നു പോകുന്നത്. ദാറ്റ് ഈസ് സോ സ്വീറ്റ്. ഓൾഡൻ ഡേയ്സ് നമുക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന കുറച്ചധികം നിമിഷങ്ങൾ. സോ അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ എത്തി, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കുടിക്കുന്നത് പച്ചമാങ്ങ ജ്യൂസാണ്. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസും പിന്നെന്താ മട്ടൻ കറിയും ചിക്കൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ജ്യൂസും പിന്നെ ഫലൂദയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടോ. സോ ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഫലൂദയാണ് കേട്ടോ. ഇവർ ഈ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഈ മുകളിലുള്ളത് ഈറ്റബിൾ അല്ല, എഡിബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അതൊക്കെ മാറ്റിയിട്ട് വേണം ഇനി കഴിക്കാനായിട്ട്. കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫലൂദ തന്നെയായിരുന്നു. യമ്മി ഫലൂദ. ഇതെന്താ? Happy birthday, mommy. Happy birthday, mommy, today. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. നമ്മൾ ഈ കാണുന്നത് ഈ മദീനത്ത് സായിദിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഒരു സ്റ്റോളൊക്കെ ഇട്ടിട്ട് ഒരു സംഭവമാണ് കേട്ടോ. എന്തോ ഒരു ഷോപ്പിംഗ് സെൻറ്റർ പോലെ.
ഒരു ചെറിയ സംഭവം, കുറേ ടെൻസൊക്കെ ഇട്ടിട്ട് അവരവിടെ കുറേ സ്റ്റോൾസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെന്നപ്പോൾ കുറേ അധികം സാധനങ്ങളുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബെഡ്ഷീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 3-4 ബെഡ്ഷീറ്റ് വാങ്ങിച്ചു. പിന്നെ കുഞ്ഞനും കുട്ടും കുറച്ച് നാളായിട്ട് ചോദിക്കുന്നതാണ് പ്രിൻസസിൻ്റെ പ്രിൻ്റുള്ള ബെഡ്ഷീറ്റും അതുപോലെ സ്പൈഡർമാൻ്റെ. അപ്പോൾ നമ്മൾ ആ 2 ബെഡ്ഷീറ്റും പിന്നെ കുറച്ച് ഫ്ലോറൽ പ്രിൻസ് ഉള്ള ബെഡ്ഷീറ്റും ഞാൻ 2 എണ്ണം വാങ്ങിച്ചു. പിന്നെ അർജുന് വേണ്ടിയിട്ട് 2 ടീഷർട്ടും പാൻറ്റും മേടിച്ചു, ട്രൗസേഴ്സും മേടിച്ചു. അവിടെ നിന്ന് അവന് വീട്ടിലിടാനൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഒരു ടീഷർട്ടും ട്രൗസറും അർജുൻ വാങ്ങിച്ചു. സോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എവിടെ പോകണം എന്നുള്ള ഡിസ്കഷനിലായിരുന്നു. അങ്ങനെ നമ്മൾ പോവാൻ തീരുമാനിച്ചത് ബീച്ചിലോട്ടായിരുന്നു കേട്ടോ. സോ അങ്ങനെ നമ്മൾ അവിടെ അടുത്തുള്ള ഒരു ബീച്ചിൽ പോയി. അവിടെ ബീച്ചിൽ പോയപ്പോൾ വളരെ തണവുള്ള ഒരു ടൈമായിരുന്നു. അപ്പോൾ അത്ര പോരാ. NH4 ആകെ ഫ്രൈഡ് റൈസ് കുഴപ്പമുണ്ടായില്ല. ഫസ്റ്റ് വന്ന ചിക്കനും കുഴപ്പമുണ്ടായില്ല. ചിക്കൻ റോസ്റ്റ് എന്തോ ഉലുവയൊക്കെ ഇട്ടിട്ട് സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായി. അതെന്തോ വേറൊരു ടേസ്റ്റ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റല്ല. ഞങ്ങൾ മദീന സായദ് ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സോ നമ്മൾ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ചിലേക്കാണ് കേട്ടോ. സോ നമുക്കൊരു മൂവി പ്ലാനും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മൂവി ടിക്കറ്റ്സൊക്കെ നോക്കിയപ്പോൾ സ്ക്രീനിൻ്റെ തൊട്ടടുത്തുള്ള ടിക്കറ്റ്സാണ് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്തു. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിട്ടോ. ബീച്ചിലേക്ക് പോയിട്ട് അവിടെ ഭയങ്കര തണവായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ബീച്ചിൽ നിന്ന് നമ്മൾ എവിടേക്കാണ് പോയെന്ന് കാണാം. സോ ഈ കാണുന്നതാണ് കേട്ടോ ബീച്ച് വ്യൂസ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ തണുത്തിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. എന്നിട്ട് നമ്മൾ പോയതാണ് കൂവായിലേക്ക്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർസും ഏർത്തും കൂടെ അടുത്തുള്ള ഒരു പ്ലേസാണ് ഈ കൂവ എന്ന് പറയുന്ന സ്ഥലം. എനി ഹൗസ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ഫീലിംഗ് തോന്നിയത്, ഞാൻ ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് നേച്ചറായിട്ട് വല്ലാതെ കണക്റ്റ് ആയിട്ടുണ്ട് എന്നാണ് കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും പ്ലാൻഡ് അല്ല ആയിരുന്നു. സോ ഞങ്ങൾ അവിടെ നിന്ന് എന്താ പറയുക, ബീച്ചിൽ നിന്ന് കേക്ക് വാങ്ങിക്കാൻ പോകുന്നു കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് കേക്ക് വാങ്ങിച്ചിട്ട് പിന്നെ പോയത് അൽക്കുവ മിൽക്കി സ്പോട്ടിലേക്കാണ്. ഈ അൽക്കുവ മിൽക്കി സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി പോകുമ്പോഴുള്ള അറിവ് എനിക്ക് ഈ സ്റ്റാർസിനെ അടുത്ത് കാണാം എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് സെർച്ച് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഈ അൽക്കുവ മിൽക്കി സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാർസിനെ നേരിട്ട് കാണുന്ന സ്ഥലമല്ല. ആക്ച്വലി അവിടുത്തെ ലാൻഡ്സ്കേപ്പാണ് അവിടുത്തെ ഫേമസ്. ലൈക്ക് അവിടെ അധികം ഈ വാട്ടർ പോൺസൊക്കെ നല്ല വെളുത്ത കളറിൽ വൈറ്റ് വാട്ടർ സ്പോട്ട്സാണ് ഉള്ളത്. അങ്ങനത്തെ നല്ല കുറച്ച് ഏരിയാസ് അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ പോയത് ഒരു നല്ല രാത്രിയായിട്ടുള്ള ഒരു സമയത്തായതുകൊണ്ട് നമുക്ക് അവിടുത്തെ ലാൻഡ്സ്കേപ്സ് ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ അവിടെ അടുത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഈ സിറ്റി ലൈറ്റ്സും ഈ പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത ഒരു ഡെസേർട്ട് ഏരിയ ആയതുകൊണ്ട് നമ്മളുടെ കാർ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്ത് അവിടെ താഴെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ചധികം സ്റ്റാർസ് ഒന്നിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു നല്ല പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് ഞാൻ ഇപ്രാവശ്യം കേക്ക് കട്ട് ചെയ്തത് കേട്ടോ. അർജുന എവിടേക്കാ പോകുന്നത്? പോകുന്നു. 12 minutes. Guys, ഇപ്പൊ 8 മിനിറ്റ് ഉണ്ട് കൂവ എത്താൻ. കൂവ അവിടെ കിളികള് കൂ 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 കൂ
ഈ പോവും വഴിക്ക് നമുക്ക് ഒരു ലൈറ്റ്സും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു വഴിയായിരുന്നു അത്. സോ നമ്മൾ കുവയിലെത്തി, നിങ്ങൾക്ക് കാണാം. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ എന്താ പറയുക, നമ്മുടെ ഫോണിൽ ഈ സ്റ്റാർസ് ഒന്നും അങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ. ഞാൻ കാണാൻ പറ്റുന്ന വിധം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങളിവിടെ സ്റ്റാർസൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഞങ്ങളിവിടെ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. നിറയെ നക്ഷത്രങ്ങൾ. പാവം ചേച്ചി ഇവിടുന്ന് വന്നിട്ട് തണുത്തിട്ട് വീട്ടിൽ പോവാന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ടില്ല, അർജുനാണ് പറയുന്നത്. ഞങ്ങൾ പിടിച്ച് ഹാപ്പി ബർത്ത്ഡേ ടു മീ, മൈ ബർത്ത്ഡേ കേക്ക്. എങ്ങനെ മൈ ബർത്ത്ഡേ കേക്ക്, ഹാപ്പി ബർത്ത്ഡേ ഗാലക്സിയിൽ ഞാൻ കേക്ക് മുറിക്കാൻ പോകുന്നു. സോ ഞാൻ കേക്ക് മുറിക്കട്ടെ. ദിസ് ഈസ് മൈ നൈഫ് ടുഡേ. ഹാപ്പി പാട്ട് പാട് ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് കേക്ക് തരാം. Special credits to the cameraman. കേട്ടോ ബിരി വേണം. കുഞ്ഞാടി അങ്ങോട്ട് നോക്കാം, അങ്ങോട്ട്. ഇക്കില്ലേ ചുറ്റു വെച്ചാ ഇക്കില്ലേ ഇക്കി അത് വേണം. വീഡിയോയിൽ കിട്ടണില്ലല്ലോ, എന്താ ചെയ്യാ? ആക്ച്വലി ഞങ്ങൾക്ക് അവിടെ സ്റ്റാർ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. അവിടെ കുറേ പേര് ബാർബിക്യൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ പോകണം. ആക്ച്വലി നമ്മുടെ ടെൻറ്റൊക്കെ കൊണ്ടുപോയിട്ട് ബാർബിക്യൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് എന്താ പറയുക, രാവിലെ ആയിട്ട് എണീറ്റ് പോരാം. ചായയൊക്കെ കുടിച്ചൊരു മോർണിംഗ് വാക്കൊക്കെ ചെയ്ത് എണീറ്റ് പോയാൽ നല്ല ഒരു ഫ്രഷ് ആൻഡ് പ്ലസൻറ്റ് ഡേ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇങ്ങനെ പോയിട്ട് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ അവിടെ കേക്ക് മുറിച്ചു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. സോ ഇനി അടുത്ത വീഡിയോ ആയി വരും വരെ, ദിസ് ഇസ് ശ്രീദേവി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ചാനൽ മോർ ഫോർ ചാൻസ്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. എല്ലാവരും ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ അടിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സോ stay tuned guys. This is Sridevi signing off with your only channel More for Champs.